ഹലോ ഗായ്സ്, വെൽക്കം ടു Emyz വേൾഡ്. അപ്പോൾ ബ്രൂണോ കുട്ടൻ്റെ കുറേ വിശേഷങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് അവനെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടെന്ന് മനസ്സിലായി. കുറേ പേര് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു, അതിൻ്റെ ഫുഡും കാര്യങ്ങളും വളർത്തുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ആൻസറാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഒരു നായ്ക്കുട്ടീനെ വളർത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളായി. അപ്പോൾ നമ്മുടെ ബ്രൂണോ കുട്ടനെ വളർത്തിയുള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത്. പക്ഷെ അത് വെച്ചിട്ട് ഞങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ നമുക്ക് ഏത് ക്ലൈമറ്റിലാണ് വളർത്താൻ നല്ലതെന്നുള്ളതാണ്. അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ ജർമ്മനിയിലാണല്ലോ ഉത്ഭവം. അപ്പം നമ്മുടെ നാട്ടുകാരനൊന്നും അല്ല. ഇവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ കോയമ്പത്തൂരിലവരായിരുന്നുകൊണ്ട് തന്നെ അവർ ആ ഒരു ക്ലൈമറ്റായിട്ട് വളരെ അഡാപ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പുറമെന്നാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ക്ലൈമറ്റ് ഒന്ന് പിടിച്ച് വരാനായിട്ട് സമയം എടുക്കുമായിരിക്കും. നമ്മുടെ നാട്ടിലും കുറേ ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തുന്നുണ്ട്. അവർ എന്താ പറയുക, അവർ നമ്മുടെ നാടും ക്ലൈമറ്റും ഒക്കെ ആയിട്ട് വളരെ അഡാപ്റ്റഡ് ആയിട്ട് കഴിഞ്ഞു. പിന്നത്തെ കാര്യം ഫുഡിനെ കുറിച്ചാണ്. ബ്രൂണോന് എന്താണ് ഫുഡ് കൊടുക്കുന്നത്? അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ 3 ആൾ കഴിക്കുന്ന ഭക്ഷണം അവൻ ഒറ്റ നേരം കൊണ്ട് കഴിക്കും. ഞങ്ങൾക്ക് ബ്രൂണോന്റെ ഭക്ഷണകാര്യത്തിൽ ചെറിയ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അറിവില്ലായ്മ മൂലമാണ് വേസ്റ്റ് ഇറച്ചി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, നായ്ക്കിനൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ നിന്ന്. അപ്പം അത് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ കുറച്ച് പൈസയ്ക്ക് നമുക്ക് കുറേ കിട്ടുമായിരുന്നു, കുറേ ക്വാണ്ടിറ്റി കിട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് കൊടുത്തത് ചെക്കനിട്ട് നല്ല പണി കിട്ടി. ചെക്കനെ വയറിനിട്ടിട്ട് അത് ഒട്ടും പിടിച്ചില്ല. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, നമ്മൾ നല്ല ഇറച്ചി വാങ്ങിച്ചിട്ട് അതേ പൈസയ്ക്ക് നമ്മൾ നല്ല ഇറച്ചി വാങ്ങും. ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷേ ആ ഉള്ള ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്തിട്ട് കുറേശ്ശായിട്ട് കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അസുഖങ്ങളൊന്നുമില്ല കേട്ടോ. വയറിനുള്ള അസുഖങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അതുകൊണ്ട് മാറി. ഏറ്റവും ആദ്യം ചെറുപ്രായത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് സെർലാക്ക്. വന്ന സമയത്ത് സെർലാക്ക്, പിന്നെ റോയൽ കാനേൻ്റെ നമ്മൾ ജയൻ സ്റ്റാർട്ടർ, അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ, ഡോഗ് ഫുഡായിട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ഡോഗ് ഫുഡൊക്കെ നിർത്തിയായിരുന്നു കേട്ടോ. ഇവനെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ള ഓണേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവന് തൈര് സാദം കൊടുത്താൽ മതിയെന്നാണ് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇവൻ്റെ അപ്പനും അമ്മയും തൈര് സാദം കഴിച്ച് വളർന്നവരാണ്. അവർ ആകെ ആഴ്ചയിലൊക്കെ വല്ലപ്പോഴും ഒരു ഇടയ്ക്ക് ഒന്ന് ഇറച്ചി കൊടുക്കും. അങ്ങനെയുള്ളൊരു സെറ്റപ്പായിരുന്നു. അപ്പോൾ തൈര് സാദം കൊടുത്താൽ മതി, വയറിന് പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിപ്പോൾ ഞങ്ങൾ തൈരും കൊടുക്കാറുണ്ട്. അതും അവന് ഇഷ്ടമാണ്, അതവൻ കഴിക്കും. പിന്നെ ബാക്കി പച്ചക്കറികൾ വേറെ ഡോഗ്സൊക്കെ കഴിക്കാതെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആൾ വേറെ പച്ചക്കറികളൊന്നും തിന്നുന്നില്ല കേട്ടോ. നമ്മൾ കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ മെയിൻലി കൊടുക്കും നമ്മൾ. അതുപോലെ പിന്നെ ഇവിടെ പൂച്ചകളുണ്ട്. അപ്പോൾ പൂച്ചകൾക്ക് വേണ്ടി മീൻ വാങ്ങുന്നതാണ്. അപ്പോൾ നമ്മുടെ ആൾക്കും മീൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബീഫ് ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഫുഡ് കൊടുക്കുന്നത് 2 തവണയാണ് ദിവസത്തിൽ. ഒന്ന് രാവിലെ കൊടുക്കും, ഒന്ന് വൈകുന്നേരം കൊടുക്കും. ഇങ്ങനെയുള്ള 2 സമയത്തുള്ള ഫുഡുകളും. പിന്നെ നന്നായിട്ട് വെള്ളം കൊടുക്കണം. നമ്മൾ വെള്ളം, അതിലൊരു കാര്യമുണ്ട്, നല്ല ഫ്രഷ് വാട്ടർ വേണം എന്നുള്ളത് ആൾക്ക് വളരെ നിർബന്ധമാണ്. വെള്ളം ഒന്ന് ഇരുന്ന് പഴകിക്കഴിഞ്ഞാൽ ആൾക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ആ വെള്ളം കുടിക്കൂല ഞങ്ങൾക്ക് വെള്ളം കോരി കിട്ടന്നെ വേണം, അല്ലെങ്കിൽ നല്ല വെള്ളം പൈപ്പ് ചെയ്ത് എടുത്ത് കിട്ടണം, എന്നാൽ മാത്രമേ ഞങ്ങൾ കുടിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു ചില നിബന്ധനകളൊക്കെ ഞങ്ങളുടെ ബ്രൂണോ കൂട്ടനുണ്ട് കേട്ടോ. അത് ജർമ്മൻ ഷെപ്പേർഡ് കോമണിലുള്ളതാണോ എന്നറിയില്ല. പൈപ്പിൻ്റെ ചോട്ടിൽ നിന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. പക്ഷേ നമ്മളവിടെ ഫുള്ള് നനയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതത്ര അലോ ചെയ്യാറ്. വലിയൊരു പാത്രത്തിൽ അവന് വേണ്ടിയിട്ട് വെള്ളം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ആവശ്യം നേരത്ത് വന്നിട്ട് ആൾ കുടിച്ചിട്ട് പോയിക്കോളും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മൻ ഷെപ്പേർഡ് കുരയ്ക്കുമോ? അതെന്തൊരു ചോദ്യമാണ്. ഇഷ്ടം. ഇവരെന്തിനാണ് നമ്മൾ വളർത്തുന്നത്? നമ്മളൊരു ഗാർഡ് ഡോഗായിട്ടല്ലേ വളർത്തുന്നത്. അതായത് വീടിനോ വീടിന് പുറത്തു പോയിട്ട് എന്തെങ്കിലും സംഗതികൾ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ അലേർട്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡോഗാണ് ഈ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതവർ കുരയിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുക. അവർക്ക് വേറെ വേ ഒന്നുമില്ലല്ലോ. അപ്പോൾ കുരച്ചുകൊണ്ട് തന്നെ അവർ എക്സ്പ്രസ് ചെയ്യും. വീടിന് പുറത്തൊക്കെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീട്ടിലിരുന്നിട്ട് അറിഞ്ഞോളണമെന്നില്ല. ആ സമയം ഇവൻ്റെ കുര കേട്ടാൽ നമുക്ക് മനസ്സിലാവും പുറത്ത് ആരോ വന്നിട്ടാണ് നമ്മൾ ചെന്ന് പുറത്ത് നോക്കുന്നത് ആരാണ് വന്നിട്ടില്ലേ. അപ്പം നല്ല രീതിയിൽ കുറയ്ക്കും. പിന്നെ അതുപോലെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് നമ്മളെ വേറെ ആളായിട്ട് പുറമെന്ന് സംസാരിക്കാനായിട്ടൊന്നും അത്ര സമ്മതിക്കൊന്നുമില്ല. കൊര എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗാർഡ് ഡോഗായിട്ട് വളർത്തുമ്പോൾ കള്ളന്മാരൊക്കെ വരുമ്പോൾ നന്നായി കുറച്ചാലല്ലേ നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ സൂപ്പറാണ്. വീട്ടിൽ പേര് വ്യത്യാസമൊന്നുമില്ല. എന്തെങ്കിലും സംഗതി അവന് ഇതല്ലാത്തത് കേട്ട് കഴിഞ്ഞാൽ ആൾ അപ്പോൾ കുറയ്ക്കും. നന്നായിട്ട് കുറയ്ക്കുന്നൊരു ടൈപ്പ് ഓഫ് ഡോഗ് തന്നെയാണ് കേട്ടോ ജർമ്മൻ ഷെപ്പേർഡ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഉണ്ണിക്കിപ്പോൾ 1 വയസ്സായില്ലേ. അവൾക്ക് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അഡാപ്റ്റഡ് ആയി ഇത് പറയാം. അവള് കുറേ കേൾക്കുമ്പോൾ ഞെട്ടും, അത് ശരിയാ. പക്ഷെ കരയണില്ല. പക്ഷെ അത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഉണ്ണി വന്നു കഴിഞ്ഞപ്പോൾ അവർ ഗൾഫിലായിരുന്നു. അപ്പോൾ അവർ
ഉണ്ണീനെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഉണ്ണിക്ക് തീരെ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. എപ്പോഴും ഇവൻ്റെ കുറെ കേട്ടിട്ട് എഴുന്നേക്കലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കാര്യം അവനെ എങ്ങനെ ഏത് രീതിയിലാണ് വളർത്തിയിട്ടുള്ളത്, സോഷ്യലൈസ് ചെയ്തിട്ടാണോ വളർത്തിയിട്ടുള്ളതെന്നാണ്. തീർച്ചയായിട്ടും വളരെ സോഷ്യലൈസ് ചെയ്ത് വളർത്തിയിട്ടുള്ള ഒരു ഡോഗാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞാനും മമ്മിയും ശല്യേട്ടനും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും ഒരേപോലെയാണ് അവനെ നോക്കുന്നത്. അപ്പോൾ ഒരേപോലെ ഞങ്ങളുടെ മൂന്നാളുടെയും കൺട്രോളിൽ നിൽക്കുന്ന ഒരു ഡോഗാണ് ജർമ്മൻ ഷെപ്പേർഡ്, അതായത് ഞങ്ങളുടെ ബ്രൂണോസ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ജർമ്മൻ ഷെപ്പേർഡ് ഒരു 1 മാസ്റ്റർ ഡോഗാണെന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. നമ്മളത് ഏത് രീതിയിലാണ് വളർത്തുന്നതിനനുസരിച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ 1 മാസ്റ്റർ ഡോഗായിട്ട്, അതായത് ഒരാളുടെ കൺട്രോളിൽ മാത്രം നിർത്തിക്കൊണ്ട് ഒരു ഡോഗിനെ വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ബാക്കി ആർക്കും അവൻ്റെ അടുത്ത് അടുക്കാൻ പറ്റില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ രീതിയിലല്ല വളർത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വളരെ ഈസി. അവൻ്റെ രൂപമൊക്കെ വലുതാച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് അവനെ കൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും. പക്ഷെ പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടരാണ് കേട്ടോ. നമ്മളെക്കാളും സ്നേഹം കുറച്ച് കഴിയുമ്പോൾ കുട്ടികളോടാവും. ഇപ്പം തന്നെ അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എമിയോട്ടുള്ളത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എമി അവൻ്റെ കൂടെ ഇടയ്ക്ക് കളിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ വീടിൻ്റെ പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് പിന്നെ നമ്മൾക്കറിയാലോ, നമ്മൾ സോഷ്യലൈസ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഡോഗിനെ വളർത്തുന്നത്. അപ്പോൾ അതില്ല, നമ്മുടെ വീട്ടിൽ പക്ക ഓക്കെയാണ് ആള്. പിന്നെ കുറേ പേർക്ക് സംശയമുണ്ട്, ഒരു GSTനെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഡോഗായിട്ട് വാങ്ങാം. അതായത് നമ്മളൊരു ഡോഗിനെ വാങ്ങുമ്പോൾ ഏറ്റവും ആദ്യത്തെ ആൾ GSTനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ പുലിവാലുകൾ എന്നൊക്കെയാണ് കുറേ പേര് ചിന്തിക്കുന്നത്. അതിന് ആദ്യത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഒന്നാമത് GST നല്ലൊരു വലിയൊരു ഡോഗാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ പേടി ഉണ്ടാവും, ഈ ഒരാളെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത്. അത് തന്നെയായിരുന്നു എൻ്റെയും ആദ്യത്തെ പേടി. ഇത്രയും വലിയൊരു ഡോഗിനെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും. പക്ഷേ എനിക്ക് ബൈ എക്സ്പീരിയൻസ് ഇപ്പോൾ അവനെ വളർത്തിയപ്പോൾ തോന്നുന്നത് അതൊരു വിഷയമല്ല. നമ്മൾ ചെറിയ ഡോഗിനെ വാങ്ങിച്ചാലും വലിയ ഡോഗിനെ വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മൾ അവർ ചെറുപ്പം തൊട്ട് അവരുടെ കൂടെ നിന്നിട്ട് അവരെ വളർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പോൾ നമുക്ക് അവനൊരു വലിയ ആളാണെന്നോ അങ്ങനെയൊന്നും തോന്നില്ല. ഒരു GST ആയതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക അതില്ല കേട്ടോ. ഫസ്റ്റ് ടൈം നിങ്ങൾ വാങ്ങുകയാണെങ്കിലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ GST അല്ലേ, കുറച്ച് കൂടുതൽ കെയർ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കെയറിങ് ഒക്കെ നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ടോ എന്നുള്ളതൊക്കെയാണ് പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ഏറ്റവും ആദ്യം വാങ്ങുന്ന ഡോഗിനെ എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെ അവരുടെ ഹെൽത്ത് നോക്കണം എന്നുള്ളതൊക്കെ നമുക്ക് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചൊരു റെഫറൻസ് എടുക്കുക, നമ്മളൊന്ന് പഠിക്കുക. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ മുമ്പ് ഇതിനെ വളർത്തിയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരടുത്ത് സംസാരിച്ചിട്ടാണെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഞങ്ങളുടെ ഫസ്റ്റ് ഡോഗാണല്ലോ ബ്രൂണോ, ഞങ്ങൾക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങൾ തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഒരു ഡോഗിനെ വാങ്ങുമ്പോൾ അത് GST ആയാലും ഏത് ഡോഗായി കഴിഞ്ഞാലും നമ്മൾ അവരുടെ വാക്സിനേഷൻസ് ഒക്കെ വളരെ കൃത്യമായി തന്നെ എടുക്കണം. അതിലൊരു എന്താ പറയുക, അലംഭാവം കാട്ടാനായിട്ട് പാടില്ല. അവരുടെ റാബിസിനെ ആയി കഴിഞ്ഞാലും അവരുടെ ഇമ്മ്യൂണിറ്റി ആയി കഴിഞ്ഞാലും ഒക്കെ നമ്മളത് കറക്റ്റായി ചെയ്താൽ മാത്രമാണ് അതിനൊരു ഗുണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഞങ്ങൾ ആദ്യത്തിൽ പിന്നെ കൊടുത്തിരുന്നത് നമ്മൾ ഇമ്മ്യൂണോൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ നല്ല രോമൊക്കെ ഉള്ള ടൈപ്പ് അല്ലേ, അപ്പോൾ അവൻ്റെ രോമൊക്കെ തിളങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടുത്തെ വെറ്റിനറി ഡോക്ടർ, ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇവിടെ കാണിച്ചത്. ഞങ്ങൾ അടുത്ത് തന്നെ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. നല്ലൊരു ഡോക്ടർ, ലേഡി ഡോക്ടറായിരുന്നു, ചിഞ്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇവൻ്റെ രോമൊക്കെ തിളങ്ങാൻ വേണ്ടി നമുക്ക് ന്യൂട്രിക്കോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ന്യൂട്രിക്കോട്ടാണ് ഞങ്ങൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവൻ്റെ സ്കിന്ന്, അതായത് രോമൊക്കെ നന്നായിട്ട് തിളങ്ങിയിട്ട് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി ന്യൂട്രിക്കോട്ട് അഡ്വാൻസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ GST ആകുമ്പോൾ അവരുടെ വിര വരുന്നത് ഒരു കോമൺലി അവർക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ വിര വരാതിരിക്കാനായിട്ട് നമ്മൾ അവർക്ക് വോറക്സ് ആണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 10 കിലോ വെയിറ്റിന് ഒരു ടാബ് വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൊടുത്തു വരുന്നത്. അവന് ആദ്യത്തിലൊക്കെ എല്ലാ മാസവും കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇപ്പം 3 മാസമൊക്കെ കൂടുമ്പോഴാണ് കൊടുക്കുന്നത്. പിന്നെ അത് നോക്കിയിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് അവരിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് കാണിക്കല്ല, അവർ കഴിക്കാണ്ടിരിക്കുക, അവരൊരു ക്ഷീണം കാണിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് വിരയുടെ പ്രശ്നമാണെന്ന് മനസ്സിലാവും. നമ്മൾ വളർത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മളത് കൊടുക്കാറുണ്ട്. പിന്നത്തെ നമ്മുടെ ഒരു ഡോഗിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമുക്ക് വരുന്ന ഒരു ആദ്യത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. ഈ ഒരു കാര്യത്തിൽ സത്യമായിട്ടും ബ്രൂണോനെ നമ്മൾ ഹാറ്റ്സ് ഓഫ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, ഈ കോയമ്പത്തൂരിലെ ഇവൻ്റെ അപ്പനും അമ്മയും അവനെ ഇത് പഠിപ്പിച്ചിട്ടാണോ വിട്ടേന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആള് വീടിൻ്റെ അകത്തൊന്നും ഇത് ചെയ്യില്ല. അവൻ ഭയങ്കര വൃത്തിക്കാരനാണ്, കൂട്ടിൽ ചെയ്യേയില്ല.
അപ്പോൾ ആൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ മേ ബി 1-2 ദിവസം ശരിഞ്ഞേട്ടൻ അവനിങ്ങനെ ഇത് ചെയ്യണമെന്ന് തോന്നുന്ന സമയമാകുമ്പോൾ ആൾ കുരയ്ക്കേ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടി നടക്കും. അപ്പോൾ ആ സമയത്ത് അവനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് 1-2 ദിവസം തന്നെ. അതിന് ശേഷം പിന്നെ ആൾക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഉടനെ അന്നൊക്കെ വീടിൻ്റെ അകത്ത് തന്നെയാണ് ഫുൾ ടൈം ആയിരുന്നത്. അപ്പോൾ അപ്പം തന്നെ വീണ്ടും പുറത്തേക്ക് ഓടും, കാര്യം സാധിച്ചിട്ട് തിരിച്ചു വരും. ഇനിയിപ്പോൾ നമ്മൾ വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണെങ്കിൽ വാതിൽ അവിടെ നിന്നിട്ട് എല്ലാ ആക്ഷനൊക്കെ കാട്ടും. നമുക്ക് മനസ്സിലാവും, നമ്മൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പോയിട്ട് തന്നെ അത് എങ്ങനെയോ പഠിച്ചെടുത്തു. അത് വളരെ ഫാസ്റ്റായി പഠിച്ചൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴായാലും കൂട്ടിലൊന്നും ഊറ്റി കാര്യം ചെയ്യില്ല. കൂട്ടിൽ വല്ലപ്പോഴും ഇടണുള്ളൂ, പക്ഷെ എന്നാലും അയാൾ ഒന്നും ചെയ്യില്ല കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഇടയ്ക്ക് അവനെ കൂട്ടിലിടുക. അപ്പോൾ ആ സമയത്തും അവനൊന്നും കുറേ നേരം ആയാലും അവൻ ചെയ്യാണ്ട് നമ്മളിടയ്ക്ക് അവനെ പോയിട്ട് കൂട് തുറന്നിട്ട് കാര്യം ചെയ്യാൻ സമ്മതിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെ കൂട്ടിൽ കയറ്റി വയ്ക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യാറ്. അതല്ലാതെ കൂടിനകം വൃത്തികേടാക്കുന്ന പരിപാടി ഒന്നും ആൾ ചെയ്യാറില്ല. ആ ഒരു കാര്യത്തിൽ ഭയങ്കര നീറ്റാണ് ആൾ. പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് ആണല്ലോ, ജർമ്മൻ ഷെപ്പേർഡിനെ നന്നായിട്ട് നമ്മൾ ഗ്രൂം ചെയ്യേണ്ടതുണ്ട് കേട്ടോ. കുറച്ച് സമയമൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്നത് വേണം. അതായത് ഡെയിലി നമുക്ക് കാലത്തും വൈകിട്ടും അവരെ ബ്രഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇവർ നല്ല കോട്ടുള്ള ടൈപ്പായ കാരണം. ഇപ്പോൾ ബ്രൂണാണെങ്കിൽ മീഡിയം കോട്ടാണ്. അപ്പോൾ നന്നായി നമ്മൾ ചീകി വൃത്തിയാക്കി വെച്ചാൽ മാത്രമാണ് ആ ഹെയറൊക്കെ അതിൻ്റെ ഒരു സ്റ്റൈലിലിരിക്കുള്ളൂ. അത് മാത്രമല്ല ഈ ഹെയറിനകത്ത് അത് ഹെയറി ടൈപ്പായിട്ടുള്ള ഏത് ഡോഗ്സിനും ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണ്. അതായത് അതിനുള്ളിൽ ടിക്സും ഫ്രീസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് നോക്കി നമ്മൾ പരിപാലിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണി നമുക്ക് കിട്ടും. നമ്മൾ വെറുതെ ചില ഡോഗ്സിനൊക്കെ നമുക്ക് വെറുതെ അങ്ങോട്ട് വിട്ടാൽ മതിയല്ലോ. അത് വെച്ചാൽ നമ്മൾ അധികം കെയർ എടുക്കണ്ട, നാടൻ പട്ടിയായാലും എടുക്കണ്ട. പക്ഷെ അങ്ങനെയല്ല, ജർമ്മൻ ഷെപ്പേർഡ് നമ്മൾ കുറച്ച് നന്നായി ശ്രദ്ധിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ സ്കിൻ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ അതുപോലെ അവരെ നമ്മൾ തറയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഡിസിൻഫെക്റ്റൻ്റൊക്കെ ലൈസോളും ഡെറ്റോളൊക്കെ വെച്ചിട്ട് തറ തുടക്കില്ലേ, അങ്ങനത്തെ സർഫസിലൊന്നും കെടുത്താൻ പാടില്ല കേട്ടോ. അതൊക്കെ കെടുത്തി കഴിഞ്ഞാൽ അവരുടെ ഈ ഭാഗമൊക്കെ പ്രശ്നമാവും, അതൊക്കെ ഇൻഫെക്ഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ സാധാ ചൂടുവെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ വെള്ളം വെച്ചിട്ടോ തുടച്ച തറയാണ് അവർക്ക് കൂട്ടിലായാലും വീട്ടിലായാലും നല്ലത്. പിന്നെ കുറേ പേര് ചോദിച്ചു മെയ്റ്റ് ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. ഞങ്ങൾ സത്യം പറയട്ടെ, ബ്രൂണോനെ ഇതുവരെ മീറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ കണ്ടിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീറ്റ് ചെയ്യിപ്പിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുവരെ നമ്മളൊരു ഡോഗിനെ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോഗ് നമ്മുടെ ലൈഫിൽ വരുന്നതോട് കൂടിയിട്ട് ഒരുപാട് ചേഞ്ചസ് നമുക്ക് സംഭവിക്കും. നമ്മൾ ഈ ഒരു ഡോഗിൻ്റെ കൂടെ നിന്നിട്ട് അവരെ കുഞ്ഞി തൊട്ട് അവരിങ്ങനെ അവർ പെട്ടെന്ന് വളരും. ആ സമയത്ത് അവരുടെ ഓരോ ഡെവലപ്മെൻറ്റും കണ്ടിട്ട് നമുക്ക് അതിശയം തോന്നും. അതുപോലെ തന്നെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം വയ്ക്കാനായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അത്രയ്ക്കും സ്നേഹമായിരിക്കും. നമ്മൾ എത്ര കെയർ ചെയ്യുന്നു അതിൻ്റെ ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും. ബ്രൂണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹം. അത് നമുക്കങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, അത് നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ അറിയണം. അതുപോലെ തന്നെ ഭയങ്കര പിണക്കക്കാരനുമാണ് കേട്ടോ ആൾ ചിരിക്കാറുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ ചുമ്മാ വെറുതെ പറയാനത്, പക്ഷെ അല്ല, നമ്മൾ അവർ കൂടെ നിൽക്കുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിലാവും അവർ ചിരിക്കണത് നമുക്ക് അറിയണതും ഒക്കെ നമുക്ക് മനസ്സിലാവും. ആളെ എങ്ങാനും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ പുറമെന്ന് വന്ന സമയത്ത് ആളെ എങ്ങാനും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ ഒന്ന് അകത്തേക്ക് കയറിപ്പോയാൽ മതി, നമുക്കപ്പം മനസ്സിലാവും. പിന്നെ നമ്മളെ അടുത്ത് വരില്ല. നമ്മൾ ചെന്ന് പ്രധാനം പറഞ്ഞ് ഒഴിഞ്ഞ് കൊടുത്ത് അങ്ങനെയൊക്കെ നിൽക്കണം, എന്നാലും ആൾ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള ഒരു ജീവിയാണ് നായ. നല്ല ബുദ്ധിയുണ്ട് ഈ ഒരു ജർമ്മൻ ഷെപ്പേർഡിന്. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ അവരെ കരുതണം. അതല്ലാതെ ഒരു നായല്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാനായിട്ട് പാടില്ല. നമ്മുടെ വീട്ടിലൊരാളെ പോലെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന വീട്ടിലെ വേറൊരു മെമ്പർ പോലും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രൂണോ. ഇങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നത് അവർക്ക് തോന്നുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് അഗ്രസീവാകും. അപ്പോൾ ഞങ്ങൾക്ക് ഈ നായനെ വളർത്തിയിട്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പ്രത്യേകിച്ചും ബ്രൂണോനെ കുറിച്ച് ഞങ്ങൾക്ക് ഭയങ്കര മതിപ്പാണ്. ആള് ഭയങ്കര അടിപൊളിയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു സൂപ്പർ നായനെ കിട്ടട്ടെ. സൂപ്പർ നായ ആവുന്നത് കുറേയൊക്കെ നമ്മുടെ കൂടെ കയ്യിലാണ്. നമ്മൾ അവരെ അതുമാതിരി കെയർ ചെയ്യണം. അങ്ങനെ എനിക്കറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണോ നിങ്ങളിത് മുഴുവൻ കണ്ടത്. നിങ്ങൾ നോക്കും, ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഒന്നും പേടിക്കാനില്ല, ധൈര്യമായിട്ട് നമുക്ക് GST തന്നെ വാങ്ങാം.
നിങ്ങളുടെ ആഗ്രഹം പൂവണിയട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് എഡ്വിന ബെന്നി ഫ്രം Emyz. ഓക്കെ.